അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ബിസ്മില്ലാഹി റബ്ബി അല്ലാഹു ഹസ്ബി അല്ലാഹു തവക്കൽതു അലല്ലാഹ് اعتصمت بالله فوضت أمري إلى الله ما شاء الله لا قوة إلا بالله. നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് സദസ്സിനെ ധന്യമാക്കിയ അഭിവന്യരായ സയ്യിദ് അവർകൾ, സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായ നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട ശൈഖുനായ ടി ഉസ്താദ്, ഈ അനുഗ്രഹീത സംഗമത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ എത്തിച്ചേർന്ന ബഹുമാന്യരായ സയ്യിദ് സുഫ്വാൻ തങ്ങൾ, ഇന്ന് നമ്മളിവിടെ സ്മരിക്കുന്ന മഹാനായ ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ നമുക്ക് വേണ്ടി സമർപ്പണം നടത്തിയ ബഹുമാനപ്പെട്ടവരുടെ പൊന്നോമന പുത്രൻ, നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനായ ചീക്കിലോട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ സ്ഥാപനത്തിൻ്റെ മാനേജർ, വേദിയിലെ ബഹുമാന്യരായ പ്രിയങ്കരനായ നമ്മുടെ ഉസ്താദ് ബഷീർ ഫൈസി, ഞങ്ങൾക്കൊക്കെ ഇവിടെ ഫത്ഹുൽ മുഈനും തഫ്സീർ ജലാലീനും ഒക്കെ A to Z മുഴുവനായി ഓതിത്തന്നത് ബഹുമാന്യരായ ബഷീർ ഫൈസി ഉസ്താദ് ശൈഖുന്നവർകളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായി സേവനം ചെയ്യുന്ന റഹ്മാനിയയുടെ അഭിമാന സന്തതി പ്രിയപ്പെട്ട ഹംസ റഹ്മാനി കുണ്ടിപ്പറമ്പ്, അതുപോലെ ബഹുമാന്യരായ സ്ഥാപനത്തിലെ മഹാന്മാരായ ഉസ്താദുമാർ, സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച സ്ഥാപനത്തിൻ്റെ CEO ആയി സേവനം ചെയ്യുന്ന പല മേഖലകളിലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിലൊക്കെ വലിയ സേവനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഫരീദ് റഹ്മാനി കാളികാവ് അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, ഈ അനുഗ്രഹീത സംഗമത്തിൽ എത്തിച്ചേർന്ന രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശിഷ്യ മുത്തഅല്ലിമീങ്ങളെ, സഹസ്ഥാപനത്തിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല. 10 കൊല്ലം ഇവിടെ പഠിച്ച് ഇതുപോലെ സദസ്സിലിരുന്നത് കൊണ്ട് നിങ്ങളിൽ പലരുടെയും മാനസികാവസ്ഥ എനിക്ക് നന്നായി ബോധ്യമാണ്. അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. അള്ളാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആരൊക്കെ റബ്ബേ ഈ സ്ഥാപനത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്തോ, ഇവിടെ ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്നോ, ഈ സ്ഥാപനത്തിന് വേണ്ടി കമ്മിറ്റി ഭാരവാഹികളായി സേവനം ചെയ്തോ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിലാണ്. അള്ളാഹുവേ, ഖബർ ജീവിതം അവർക്കൊക്കെയും നീ സന്തോഷമാക്കണമേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നീണ്ട 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലഘട്ടത്തിൻ്റെ തേട്ടം കേട്ട് ഇസ്ലാമിനെതിരെ വരുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പ്രതിരോധിക്കാൻ കഴിയുന്ന പണ്ഡിത നിരയെ വാർത്തെടുക്കണമെന്ന താല്പര്യത്തോടെ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ കാവൽക്കാരാവുന്ന ഒരു പണ്ഡിത നിര ഇവിടെ ഉണ്ടാകണമെന്ന താല്പര്യത്തോടെ മഹാനായ ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ അവരുടെ അനുസ്മരണ പ്രാർത്ഥന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 1987 ആ മഹാനുഭാവൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. അത് റഹ്മാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആമുൽ ഹുസൻ, ഒരു ദുഃഖവർഷമായിരുന്നു. എന്തുകൊണ്ട്? ഈ സ്ഥാപനത്തിന്റെ അക്കാഡമിക് മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന മഹാനായ MM ബഷീർ മുസ്ലിയാർ വഫാത്തായത് 1987. അതുപോലെ മഹാനായ കോട്ടുമല ഉസ്താദ് ഷെയ്ഖുന ബാപ്പു ഉസ്താദിന്റെ പിതാവ്, അവരും വഫാത്തായത് 87. ആ 87 തന്നെയാണ് മഹാനായ ചീക്കിലോട് കുഞ്ഞമ്മദ് മുസ്ലിയാരും നമ്മോട് വിട പറയുന്നത്. ഈ പണ്ഡിതരെന്ന് പറയുന്നത് അവര് അംബിയാഇന്റെ അനന്തരാവകാശികളാണ്. അംബിയാക്കളാവട്ടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ട് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ അള്ളാഹു അയച്ചവരാണ്. അപ്പൊ പണ്ഡിതന്മാർ ആ അംബിയാഇന്റെ അനന്തരാവകാശികളാകുന്നത് കൊണ്ട് അംബിയാഇന്റെ ആ ഇൽമ അവർ ആർജിച്ചെടുക്കുകയും
അതോടൊപ്പം കാലഘട്ടത്തിന്റെ തേട്ടം കേട്ട് ആ ഇസ്ലാമിനെതിരെ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ കെൽപ്പുറ്റവരാകണമെന്ന താല്പര്യത്തോടുകൂടെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് മഹാനായ ചീക്കിലോട് ഉസ്താദ് ആലോചിക്കുന്നത്. അന്നറിയാമല്ലോ, പരക്കെ ദർസ് സംവിധാനമാണ്. ക്ലാസ്സിൽ ബെഞ്ചും ഡെസ്കും കറുത്ത ബോർഡുകളും സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, ഭാഷകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ വ്യവസ്ഥാപിതമായി ഇല്ലാത്ത കാലഘട്ടത്തിൽ മഹാനായ ചീക്കിലോട് ഉസ്താദ് ഈ ഉമ്മത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് പലരും പരിഹസിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് തങ്ങളവർകൾ അവരുടെ ചില പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട്, അന്ന് ഈ സ്ഥാപനത്തിന് ഒരിഞ്ച് ഭൂമി പോലുമില്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വലിയ സ്വപ്നത്തെക്കുറിച്ച് മഹാനായ ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ പങ്കുവെക്കുമ്പോ ഞാനൊക്കെ ആലോചിച്ചു പോയിട്ടുണ്ട്, ഈ മനുഷ്യൻ ഇതെന്തിന്റെ കേടാൻ, എന്താണ് അദ്ദേഹം ആലോചിക്കുന്നത്? പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യന്റെ തവക്കുലിന്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ ഈ സംവിധാനങ്ങളൊക്കെ വളർന്നു വരികയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചില്ലേ, ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചാൽ, നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ ഇലാഹായ റബ്ബിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കും. അതാണല്ലോ പരിശുദ്ധമായ ദീന് നമ്മളെ പഠിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോടൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ബാനിയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ അവരെ അനുസ്മരിക്കുമ്പോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ അതൊക്കെ നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്താ? പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന്, ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ അതിൽ ചാഞ്ചാട്ടം വേണ്ട, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ഒരിഞ്ച് ഭൂമി പോലുമില്ലാത്ത ഈ സ്ഥാപനത്തിന് ഇന്ന് ഏക്കറക്കണക്കിന് ഭൂമി മൊത്തത്തിൽ കൂട്ടിയാൽ 10-20 ഏക്കറേക്കാൾ കൂടുതൽ എത്തിയെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന്റെ സഹായം എന്നല്ലാതെ എന്തു പറയാൻ? അങ്ങനെയാണല്ലോ നിങ്ങൾ തവക്കുലാക്കേണ്ട പ്രകാരം തവക്കുലാക്കിയാൽ. തവക്കുലാക്കാന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് അടങ്ങിയിരിക്കലല്ല. എന്താ റസൂലുള്ള പറഞ്ഞത്? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ തവക്കുലാക്കേണ്ട പ്രകാരം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്നുവെങ്കിൽ ലറസഖകുമുല്ലാഹു കമാ യർസുഖുത് ത്വയ്ർ. പ്രിയപ്പെട്ടവരെ,
ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും മഹാനായ ബാനിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നിതാണ്, ഇലാഹായ റബ്ബിലേക്ക് തവക്കുലാക്കി കാര്യങ്ങൾക്കിറങ്ങുക. തവക്കുലാക്കി ഒരു ഭാഗത്ത്, പ്രിയപ്പെട്ടവരെ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും മഹാനായ ബാനിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നിതാണ്, ഇലാഹായ റബ്ബിലേക്ക് തവക്കുലാക്കി കാര്യങ്ങൾക്കിറങ്ങുക. തവക്കുലാക്കി ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുക എന്നല്ല പറഞ്ഞത്, അതല്ലല്ലോ യഥാർത്ഥ തവക്കുൽ. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ തവക്കുലാക്കേണ്ട പ്രകാരം അല്ലാഹുവിലേക്ക് തവക്കുലാക്കിയാൽ ലറസഖകുമുല്ലാഹു കമാ യർസുഖുത് ത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും. എനിക്കുള്ള ഭക്ഷണം ഇങ്ങെത്തുമെന്ന് കരുതിയ പക്ഷി കൂട്ടിലിരിക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. അത് വിശന്നൊട്ടിയ വയറുമായി രാവിലെ അതിന്റെ അന്നം തേടി പുറപ്പെടുകയാണ്. അപ്പോഴാണ് വയറൂഹു ബിത്താന യഗ്ദൂ ഹിമാസൻ വയറൂഹു ബിത്താന, ഒട്ടിയ വയറുമായി പ്രഭാതത്തിലെ അന്നം തേടി അത് പുറപ്പെട്ടപ്പോഴാണ് അത് നിറഞ്ഞ വയറുമായി തിരിച്ചു വന്നിട്ടുള്ളത്. ഏതായാലും ആ തവക്കുലിന്റെ ബോധം മഹാനായ ബാനിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. പിന്നെ ഏതൊരു നന്മക്കിറങ്ങുമ്പോഴും പല പരിഹാസങ്ങളും ഉണ്ടാവാം. മഹാനായ ബാനി ഹസരത്ത് ഈ ആശയം പങ്കുവച്ചപ്പോ ഇതിനു വേണ്ടി ആളുകളുടെ അടുത്തേക്ക് ചാക്കുമെടുത്ത് വീണാന്തരം കയറിയിറങ്ങിയപ്പോൾ ഈ മുസ്ലിയാർക്ക് ഇതെന്തിന്റെ കേടാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ പലരുമില്ലേ? പലരും പരിഹസിച്ചു. പക്ഷെ ആ മഹാനുഭാവൻ ആ പരിഹാസത്തെയൊക്കെയും സന്തോഷത്തോടെ പുഞ്ചിരിയോടല്ലേ ഏറ്റെടുത്തത്? അത് ആലിമീങ്ങൾ അങ്ങനെയാണ്. ലാ യക്മുലു ആലിമുൻ ഫീ മഖാമിൽ ഇൽമി ഹത്താ യുബ്തലാ ബിഅർബഈൻ. മഹാനായ ഇമാം ഷാദുലി ഇമാം പറയുന്നുണ്ട്, ഒരു ആലിം അവന്റെ പരിപൂർണതയിൽ അവൻ എത്തുന്നത് എപ്പോഴാ? 4 തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഷമാത്തത്തുൽ അഅദാ, ശത്രുക്കൾ ഉണ്ടാകും. വീഴ്ചയിൽ സന്തോഷിക്കാൻ ശത്രുക്കൾ കാത്തിരിക്കും, അതവൻ വിഷയമാക്കരുത്. പിന്നെയോ മലാമത്തുൽ അസ്തിഖാ, കൂടെയുള്ളവർ തന്നെ പലപ്പോഴും ആക്ഷേപിക്കും, കൂടെയുള്ളവർ പരിഹസിക്കും, അതും അയാൾ വിഷയമാക്കരുത്. തഅ്നുൽ ജുഹാൽ, വിവരമില്ലാത്തവരുടെ ആക്ഷേപമുണ്ടാകും, അവരുടെ കുത്തുകൾ ഉണ്ടാകും, അതിനും വില കൽപ്പിക്കരുത്. ഹസദുൽ ഉലമാ, തന്നെ പോലെയുള്ള ആലിമീങ്ങളുടെ അസൂയയും ഒരുപക്ഷെ നേരിടേണ്ടി വരും. അതൊക്കെ ഉണ്ടെങ്കിലും അതിലെല്ലാം ക്ഷമിക്കുമ്പോഴാണ് ഫഇൻ സബറ ജഅലഹുല്ലാഹു ഇമാമൻ യുഖ്തദാ ബിഹി, അതിലൊക്കെ ക്ഷമിച്ച് മുന്നേറുമ്പോഴാണ് പിന്തുടരാവുന്ന ഒരു ഇമാമായി അദ്ദേഹം മാറുന്നത് എന്ന് മഹാനായ ഇമാം അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ ആ വാക്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ബാനി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ധീരമായി മുന്നോട്ട് പോയത്. അവ പരിഹാസങ്ങൾ ഉണ്ടാകും, അത് ഒരിക്കലും നമ്മളെ പിന്നോട്ട് നയിക്കരുത് എന്ന വലിയ പാഠം ബാനിയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്ഥാപനത്തെ ഇതിന്റെ തുടക്കം മുതൽ മഹാന്മാരുമായി ബന്ധപ്പെടുത്തി എന്നത് നിസാരമായ സംഗതിയല്ല, അത് വിജയത്തിന്റെ അടിത്തറയാണ്. മഹാനായ ബാനി ഹസ്രത്ത് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ആരംഭം ആഗ്രഹിച്ചത് മുതൽ ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും മഹാന്മാരുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കി. മഹാനായ ശംസുൽ ഉലമയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവന്നു. ഇതിന്റെ വിജയത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അജ്മീർ ഷെയ്ഖിന്റെ അടുത്തേക്ക് പോയി അവിടെ തപസ്സിരുന്നു. ഉള്ളാൾ പോയി CM വലിയുല്ലാഹി തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടന്നു ഒരുപാട് നേരം. അന്ന് ഇവിടെ പാടങ്ങളായിരുന്നു, നെൽപ്പാടങ്ങൾ. അതിലൂടെ മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ അങ്ങനെ നടന്നത്രേ. പിന്നീടുണ്ടായ അത്ഭുതം കേൾക്കണ്ടേ? CM വലിയുല്ലാഹി തങ്ങൾ നടന്ന ആ ഏരിയ മുഴുവനും ഈ റഹ്മാനിയുടേതായി മാറി. മഹാന്മാരെ ഈ സ്ഥാപനത്തിലേക്ക് വല്ലാതെ അടുപ്പിച്ചു. അതൊരു ചെറിയ സംഗതിയാണോ? എനിക്കോർമ്മയുണ്ട്, ഞാനിവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1996 ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി നടക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിന്നൊരു മഹാസമ്മേളനമായിരുന്നു. അതിന്റെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അന്ത്രുപ്പാപ്പയെ വലിയുള്ള
അബ്ദുല്ലാഹി അന്ത്രുപ്പാപ്പയെ ഇവിടെ വേദി കെട്ടി കൊണ്ടുവന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ കോട്ടുമല ബാപ്പ മുസ്ലിയാർ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതാ ഇന്നാലിന്ന കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ മഹാൻ കൈ ഉയർത്തി അതിന് വേണ്ടി ദുആ ചെയ്യും. ഇതാ ഇന്നാലിന്ന വിഷയത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അപ്പൊ അന്ത്രുപ്പാപ്പ കൈ ഉയർത്തി ദുആ ചെയ്യും. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട അരിമ്ര അബൂബക്കർ മുസ്ലിയാരെ ഈ വേദിയിലേക്ക് ഇതുപോലെ വേദിയിലേക്ക് കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ ബാപ്പ ഉസ്താദ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പാരമ്പര്യവും പൈതൃകവും അതാണ്. മഹാന്മാരുമായുള്ള ബന്ധം അള്ളാഹുവിലൂടെ ഔലിയാക്കളിലൂടെ അള്ളാഹുവിലേക്ക് ചെന്നെത്തുന്ന മഹിതമായൊരു രീതിയാണ് ബഹുമാനപ്പെട്ട ബാനിയും ബാനിക്ക് ശേഷം മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരും നമുക്ക് കാണിച്ചു തന്നത്. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. പിന്നെ റഹ്മാനിയയുമായി അങ്ങ് അലിഞ്ഞു ചേരുന്നതിന് മുമ്പ്, ഇതിന് തുടക്കം കുറിച്ച് ഇതിൽ അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം നന്മകളിലും ആ മഹാൻ പങ്കാളിയായിരുന്നു എന്നതാണ് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ ദീർഘിപ്പിക്കാൻ പറ്റിയൊരു സന്ദർഭമല്ല. പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെതായ ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ ദുആ നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ മഹാനായ MT ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വയനാട് ജില്ലയിൽ മേപ്പാടിയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായ ആ ഒരു ദുരന്തം അവരെ നമ്മളെങ്ങനെ മറക്കും? അതിൽ മരണപ്പെട്ട 100 കണക്കിന് മയ്യത്തുകൾ ആണാണോ പെണ്ണാണോ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തവർ. സാധാരണ ഒരു ഗതിയിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മുടെ ബാപ്പയാവട്ടെ ഉമ്മയാവട്ടെ ജ്യേഷ്ഠനാവട്ടെ അനുജനാവട്ടെ വലിയ ഹൃദയവേദനയോടുകൂടെയാണ് അല്ലാഹുവേ എൻ്റെ ബാപ്പയാണിത്, അല്ലാഹുവേ എൻ്റെ ഉമ്മയാണിത് എന്ന ആ ഹൃദയവേദനയോടുകൂടെയാണ് മയ്യത്തിറക്കി വെക്കുന്നത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. എങ്കിലെൻ്റെ പ്രിയപ്പെട്ടവരെ, മയ്യത്ത് തിരിച്ചറിയാത്ത ആ മയ്യത്തുകളില്ലേ, അവരെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് എൻ്റെ ബാപ്പയാണിത് എൻ്റെ ഉമ്മയാണിത് ആ ഒരു ചിന്തയോടുകൂടെ അവർക്ക് വേണ്ടി ആമീൻ പറയാൻ ആരാണുള്ളത്? ഏതൊരു ഖബറാളിയും പ്രതീക്ഷിക്കില്ലേ ഒരു പ്രാർത്ഥന? മൽ മയ്യത്തു ഫീ ഖബരിഹി ഇല്ലാ കൽ ഖരീഖിൽ മുതഗവ്വിസി യന്തലിറു ദഅവതൻ തൽഹഖുഹു മിൻ അബീഹി ഔ അഖീഹി ഔ സദീഖിൽ ലഹു. ബാപ്പയിൽ നിന്ന്, കൂട്ടുകാരനിൽ നിന്ന്, സഹോദരനിൽ നിന്ന് ഏതൊരു ഖബറാളിയും പ്രാർത്ഥന പ്രതീക്ഷിക്കും. എങ്ങനെ പ്രതീക്ഷിക്കും? വെള്ളത്തിൽപ്പെട്ട് മരണം മുന്നിൽ കാണുന്നൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു കയർ, ഒരു പിടിവള്ളി ആഗ്രഹിക്കുന്നത് പോലെയാണ് ഖബറാളി ഒരു ആമീന് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളത്? അതുകൊണ്ട് അവരെ കൂടി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ തിരിച്ചറിയാത്ത മയ്യത്തുകളൊക്കെ ചെന്ന് നോക്കുമ്പോ എത്ര വലിയ വേദനയാണത്. കയറാനൊരു അവസരം ഉണ്ടായപ്പോ ഞാൻ അങ്ങോട്ട് കയറിയപ്പോ അവിടെയുള്ള ചില പ്രവർത്തകർ എന്നോട് പറഞ്ഞു, ഈ മയ്യത്ത് നോക്കണ്ട, അത് തലയില്ലാത്ത മയ്യത്താണ്, അത് തലയില്ലാത്തതാണ്. തൊട്ടപ്പുറത്തുള്ള മയ്യത്ത്, ആ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവേ ഇത് മനുഷ്യന്റെ മുഖമാണോ എന്ന വല്ലാത്തൊരാശങ്ക ആ നിലയിലാണ്. ഒരു പക്ഷേ ആ മയ്യത്തിന്റെ ബാക്കിക്കാരാ മയ്യത്ത് കണ്ടിരിക്കാം, പക്ഷെ ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഉപ്പയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് വികൃതമായിരിക്കുന്നു. മുഖം, ശരീരവും ഉടലും തലയും വേറിട്ട മയ്യത്തുകൾ എത്രയാണ്, കൈകാലുകൾ വേറിട്ട് പോയ മയ്യത്തുകൾ എത്രയാണ്. ചുരുക്കത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെയാണല്ലോ മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതവാസുലിഹിം കമസലിൽ ജസദിൽ വാഹിദ് ഇദസ്തകാ മിൻഹു ഉളുവൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിൽ ഹുമ്മാ വസ്സഖർ. ഒരൊറ്റ ശരീരം പോലെയാണ് ലോക മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒരവയവത്തിന് വല്ലതും പറ്റിയാൽ ആ അവയവം മാത്രമല്ലല്ലോ അത് സഹിക്കേണ്ടത്. ഉറക്കൊഴിച്ചുകൊണ്ട്, പനി കൊണ്ട് ശരീരം മൊത്തം അതിനോട് സഹകരിക്കുന്നു. ഇന്നലെ ഫലസ്തീനിൽ 100 കണക്കിന് മുഅ്മിനീങ്ങളാണ് പ്രഭാത പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കവേ ക്രൂരന്മാരായ ജൂതന്മാരുടെ ആക്രമണങ്ങളിൽ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവരെ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ്. ഇലാഹായ റബ്ബ് അവരെയൊക്കെ ഉഖ്റവിയായ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ വയനാട് ദുരന്തത്തിലൊക്കെ ജീവിച്ചിരിക്കുന്നവർ എത്ര വലിയ പ്രയാസങ്ങളാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പരിരക്ഷയും എല്ലാ റാഹത്തും
റാഹത്തും ജല്ല ജലാലായ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യരായ നമ്മുടെ ഉസ്താദുമാരിൽ ജീവിച്ചിരിക്കുന്നവർ ചിലർ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടൂർ ഉസ്താദിനെ പോലെ മറക്കാൻ പറ്റുമോ നമുക്ക്? 4 പതിറ്റാണ്ടിലേറെ ഈ സ്ഥാപനത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി സമർപ്പണം നടത്തിയവർ. അവിടെ നിന്നൊക്കെ ഇന്ന് നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ ചിന്തിക്കും, അന്നവരൊക്കെ സഹിച്ച ത്യാഗം എത്രയാണ് റബ്ബേ. സലാ റഹ്മാനി എന്നോടൊരിക്കൽ സൂചിപ്പിച്ചു, സലാ റഹ്മാനി കൂട്ടാലിങ്ങൾ കൊല്ലങ്ങളോളം ഇവിടെ സേവനം ചെയ്തിരുന്ന മഹാനായ കോടൂർ ഉസ്താദിന്റെ ഒക്കെ ശമ്പളം പരിശോധിച്ചപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവിനല്ലാതെ അവരിവിടെ ഒന്നും ചെയ്തിട്ടില്ല. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാമിലായ ശിഫാ നൽകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട മുടിക്കോട് ഉസ്താദ്, അങ്ങനെ നമ്മുടെ ചില ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അള്ളാഹു കാമിലായ ശിഫാ നൽകട്ടെ. മരണപ്പെട്ടവർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ചില റഹ്മാനിമാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് അവരിന്ന് ഖബറിലാണ് റബ്ബേ. എല്ലാ രക്ഷയും റാഹത്തും സന്തോഷവും ഖബറിൽ അവർക്ക് നീ നൽകണമേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റുകളായ റഹ്മാനിമാർ അൽഹംദുലില്ലാ പല സേവനങ്ങളും സമൂഹത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റൂട്ട്. കർണാടകയിലെ ഗുൽബർഗിൽ 10-60ഓളം വിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിന്റെ ദീനീ സംരംഭം അൽഹംദുലില്ലാ മഹിതമായി വ്യവസ്ഥാപിതമായി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപനത്തിന്റെ ഭാരവാഹികൾക്ക് സന്തോഷിക്കാം, ഇതിനെ സഹായിച്ചവർക്ക് സന്തോഷിക്കാം. കാരണം ആ നിലയിലുള്ള ഒരു ദഅ്വാ പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംരംഭങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹകരണവും എപ്പോഴും ഉണ്ടാകണം എന്നപേക്ഷിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.